നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു തംബ്നെയിൽ എന്ന് പറഞ്ഞാൽ CTR ഈസ് ഈക്വൽ ടു വ്യൂസ് എന്ന് പറഞ്ഞാൽ വാച്ച് ടൈം. അപ്പം നല്ലൊരു തംബ്നെയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടും എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരാളുടെ ഹോം പേജിലോ സജസ്റ്റഡ് വീഡിയോസിലോ ആദ്യം അവർ കാണുന്നത് നമ്മുടെ വീഡിയോയുടെ തംബ്നെയിലാണ്. അതിന് താഴെയുള്ള ഡിസ്ക്രിപ്ഷനാണ് പിന്നീട് വായിക്കുന്നത്. അപ്പം നല്ല ഒരു തംബ്നെയിലാണെങ്കിൽ, അതിനെ പറ്റിയ ഒരു ഡിസ്ക്രിപ്ഷൻ ആണെങ്കിൽ ആൾക്കാരത് ക്ലിക്ക് ചെയ്യുക തന്നെ ചെയ്യും. ക്ലിക്ക് ചെയ്താൽ ഉടൻ അത് നല്ല കണ്ടൻറ്റ് ആണെങ്കിൽ, ആൾക്കാർ എൻഗേജ് ചെയ്യുന്നതാണെങ്കിൽ അതിന് നല്ല വ്യൂസ് കിട്ടുകയും അതുവഴി വാച്ച് ടൈം കൂടുകയും ചെയ്യും. അപ്പോൾ ബേസിക്കായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ തംബ്നെയിൽ കറക്റ്റായിട്ട് ഉപയോഗിക്കുക എന്നതാണ്. അപ്പം ഏറ്റവും കൂടുതൽ ട്രാഫിക് യൂട്യൂബിൽ കിട്ടുന്നത് മൊബൈൽ ഫോൺ വഴിയാണ്. കാരണം മൊബൈൽ ഫോണിൻ്റെ ചെറിയ സ്ക്രീനിൽ ആൾക്കാർ എത്ര ബിസി ആണെങ്കിലും, എത്ര യാത്രയിലുള്ള ടൈമിലാണെങ്കിലും, വീട്ടിലിരിക്കുന്ന ടൈമാണെങ്കിലും മൊബൈൽ വഴിയായിരിക്കും കൂടുതലും യൂട്യൂബ് സർഫ് ചെയ്യുന്നത്. അപ്പം ട്രാഫിക് ഏറ്റവും കൂടുതൽ മൊബൈൽ വഴിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ചെറിയ സ്ക്രീനിൽ ക്ലിയറായിട്ട് കാണാവുന്ന നല്ല HD ക്വാളിറ്റിയുള്ള തംബ്നെയിൽ, നല്ല അർത്ഥവത്തായിട്ടുള്ള ചുരുക്കം ചില വാക്കുകളിൽ ഒതുങ്ങുന്ന ടൈറ്റിൽ എന്നിവയുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടും. അട്രാക്റ്റീവായിട്ടുള്ള തംബ്നെയിൽ കണ്ടതിന് ശേഷം ആൾക്കാർ ക്ലിക്ക് ചെയ്യുമ്പോൾ, കൂടുതൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ഇംപ്രഷനും കൂടുന്നുണ്ട്. യൂട്യൂബ് അത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇംപ്രഷൻ എത്തിക്കാനും അവർ ശ്രമിക്കും. കാരണം കൂടുതൽ അതിന് റെസ്പോൺസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് യൂട്യൂബ് ഒന്നുകൂടി അത് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നല്ല ഒരു ക്വാളിറ്റി തംബ്നെയിൽ ഉണ്ടാക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനൊരു ഡെമോയോടുകൂടി ഇത് നിങ്ങൾക്കത് പറഞ്ഞു തരാം. അപ്പം ഞാനിവിടെ ഒരു ഡെമോയ്ക്ക് വേണ്ടി ഒരു കുക്കിംഗ് ചാനലിന് എങ്ങനെ ഒരു തംബ്നെയിൽ വളരെ ലളിതമായിട്ട് ഈസിയായിട്ട് ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നല്ല തംബ്നെയിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പിക്സൽ ലാബ് എന്ന ഒരു ആപ്പുണ്ട്. തംബ്നെയിൽ ഉണ്ടാക്കാനുള്ള ഒരു ആപ്പാണിത്, വളരെ നല്ലതാണ്. ആ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. PIXELLAB എന്നുള്ള സ്പെല്ലിംഗ് ആണ് ഇതിനുള്ള. പിക്സൽ ലാബ് ഞാൻ ഓൾറെഡി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് ഓപ്പൺ ആക്കി കാണിക്കാം. ഇതുപോലെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ പറ്റും ഓപ്പൺ ആകുമ്പോൾ. ഇപ്പോൾ അതിന് താഴെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ വൈറ്റ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ആ 3 ഡോട്ടുണ്ട് റൈറ്റ് സൈഡിൽ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജിൻ്റെ സൈസ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ യൂട്യൂബ് തംബ്നെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. 1280x720 സൈസാണത്. അത് തംബ്നെയിൽ കറക്റ്റായിട്ടുള്ള ഒരു സൈസാണത്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് ശേഷം തൽക്കാലം അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഇതൊരു ഓൺലൈൻ ആപ്പാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ. ഇതിനുവേണ്ടി ആപ്പ് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് കാണാം. ഇതിൽ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൽ ഞാനിവിടെ ഓൾറെഡി 2 ഇമേജസ് ഇതിനു വേണ്ടി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ചിക്കൻ ചില്ലിയുടെ ഒരു ഇമേജ് ഉണ്ട്. അതിനുശേഷം വേറെ ഒരു ഇമേജ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യണം ഇവിടെ. ആദ്യം നമ്മൾ ആ ചിക്കൻ ചില്ലിയുടെ ആ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുകയാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കഴിഞ്ഞു ഓട്ടോമാറ്റിക്കലി. ഇത് വളരെ ഫ്രീ ആയിട്ട് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ ഒരു ബ്ലൂ ഐക്കണുണ്ട്, ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് നമുക്ക് ഗാലറിയിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും, ഈ ഇമേജ് തന്നെ. അപ്പോൾ ഞാനിത് ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മറ്റൊരു ഇമേജ് കൂടി, അതായത് തംബ്നെയിലിന് വേണ്ട നമുക്ക് ഒരു ഇമേജ് ഉണ്ടല്ലോ, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഓൾറെഡി ഇട്ടിട്ടുള്ളത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഈ ബട്ടൺ അമർത്തി ഡൗൺലോഡ് ചെയ്ത് ഗാലറിയിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇമേജും ഡൗൺലോഡ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വീണ്ടും പിക്സൽ ലാബ് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കി മുമ്പ് പറഞ്ഞ പോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിലത്തെ 3 കുത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് സൈസ്
യൂട്യൂബ് തംബ്നെയിൽ എന്ന ഓപ്ഷനിൽ കൊടുത്തിട്ട് 1280 x 720 സൈസ് സെലക്ട് ചെയ്യണം. അപ്പോൾ എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ ഈ പ്ലസ് ബട്ടൺ അമർത്തി ഫ്രം ഗാലറി എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഇമേജ് നമുക്ക് അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഇമേജ് സെലക്ട് ചെയ്യുകയാണ്. അതിൻ്റെ സൈസ് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ പിക്സൽ ലാബിൻ്റെ ഇതിലേക്കത് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എവിടെയാണ് വെക്കേണ്ടത്, എവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ചെയ്യാൻ പറ്റും. അടുത്ത ഇമേജ് കൂടി നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് കൊണ്ടുവരാം. സൈസ് ഒന്ന് ചെറുതായിട്ട് ക്രോപ്പ് ചെയ്തതിന് ശേഷം അതും പിക്സൽ ലാബിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എങ്ങനെ വെക്കണം, അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റണോ, ഏത് സൈഡിലാണ് വെക്കേണ്ടത്, കാരണം നമുക്ക് ഇതിന് ടൈറ്റിൽ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്ഥലം വെച്ചതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലും നമുക്കിത് പ്ലേസ് ചെയ്യണം. ഞാനിതിങ്ങനെ കുറച്ച് ടിൽറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ ഇരിക്കട്ടെ, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓരോ ഇമേജും അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ പ്ലേസ് ചെയ്യുക. ഇതൊക്കെയാണ്. വീണ്ടും ഇത് ലെഫ്റ്റ് സൈഡിലെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ നമുക്ക് എന്താണ് ടൈറ്റിൽ എഴുതാനുള്ളത് തംബ്നെയിലിൽ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഞാനിവിടെ മലയാളത്തിൽ എളുപ്പത്തിൽ ഒരു ചിക്കൻ ചില്ലി എന്ന് എഴുതി ആഡ് ചെയ്തിവിടെ. അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഒരു എന്നത് ഒരു വാചകമായിട്ട് എടുത്തിട്ട് ചിക്കൻ ചില്ലി എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം. എളുപ്പത്തിൽ നമുക്കിവിടെ പ്ലേസ് ചെയ്യാം മുകളിൽ. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എവിടെ മുകളിൽ സൈഡിൽ എങ്ങനെ വേണമെങ്കിലും നമുക്കത് പ്ലേസ് ചെയ്യാം. അത് അട്രാക്റ്റീവ് ആയിരിക്കണം എന്ന് മാത്രം, പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നതായിരിക്കണം, ആ രീതിയിലായിരിക്കണം പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് താഴെ നമ്മൾ ആ ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യുകയാണ്. താഴെ ഞാൻ യെല്ലോ ക്ലിക്ക് ചെയ്തു. കുറേ കളേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ നിന്ന് യെല്ലോ സെലക്ട് ചെയ്യാം. അതിനുശേഷം സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് താഴെ. അപ്പോൾ നമ്മൾ സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് എനേബിൾ ആക്കണം. ഇപ്പോൾ സ്ട്രോക്ക് എന്ന് പറയുന്നത് അതിനൊരു ഔട്ട്ലൈൻ വരും ഡാർക്കായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡാർക്ക് കളറാണ് ഈ യെല്ലോയ്ക്ക് കൂടുതലും മാച്ച്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ആ സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് കുറച്ചുകൂടെ കൂട്ടാം. അപ്പോൾ എളുപ്പത്തിൽ ഒരു സ്ട്രോക്ക് കൊടുത്തിട്ട് ആ യെല്ലോയും ബ്ലാക്കും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനിൽ നന്നായിട്ട് കാണുന്നുണ്ടിപ്പോൾ. അപ്പോൾ അതിനുശേഷം ചിക്കൻ ചില്ലി എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് അതിനും നമുക്ക് ഇതുപോലെ കളർ കൊടുത്ത് അട്രാക്റ്റീവ് ആക്കാൻ സാധിക്കും. ചിക്കൻ ചില്ലി ഞാനിവിടെ പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് ഇവിടെ താഴെ കളർ എന്നൊരു ഓപ്ഷനുണ്ട്. അത് ഫോണ്ട് ചേഞ്ച് ചെയ്യാം. നമുക്ക് ആ ഫോണ്ട് ഓപ്ഷനിൽ പോയിട്ട് ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും നമുക്കതിൻ്റെ ഫോണ്ട് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഈ ഫോണ്ട് കറക്റ്റാണ്. അതിനുശേഷം നമുക്ക് ഫോണ്ടിൻ്റെ ഈ ലെറ്ററിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം.
ഞാനിവിടെ വൈറ്റ് കളറാണ് സെലക്ട് ചെയ്തത്. ആ വൈറ്റ് കളറിൻ്റെ കൂടെ നമുക്ക് സ്ട്രോക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ വൈറ്റ് ലെറ്ററിൻ്റെ ബാക്കിൽ നമുക്ക് റെഡ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. അതിനുശേഷം ഈ ഇമേജ് കൂടുതൽ വലുതായിട്ട് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്നുകൂടെ ഒന്ന് റീസൈസ് ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം എളുപ്പത്തിലൊരു ചിക്കൻ ചില്ലി അത് ഈ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് കുഴപ്പമില്ല. ഇനി നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം. ബ്ലാക്ക്, യെല്ലോ, വീണ്ടും നമുക്ക് വൈറ്റ് ആക്കി നോക്കാം. ഇതൊരു ഡള്ളായിട്ട് തോന്നുന്നു. ഇത് ശരി, ഒരു ഡാർക്ക് കളറായിരിക്കും ഒന്നുകൂടെ. ഇതും കുഴപ്പമില്ല. ബ്ലൂ, ഇത് ചേഞ്ച് ചെയ്താലോ നോക്കാം. അപ്പോൾ ഇതിൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് കളറിന് താഴെ. അപ്പം അതിൽ ക്ലിക്ക് ചെയ്താൽ രണ്ട് കളർ മിക്സ് ചെയ്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ ഗ്രേഡിയൻ്റ് ആണിത്. ആ ഗ്രേഡിയൻറ്റിൻ്റെ പൊസിഷൻ നമുക്കിവിടെ ആ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ കളറിൻ്റെ സൈഡിലത്തെ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ അങ്ങനെ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് കൊണ്ട് ഞാനിത് ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ ഞാൻ ഒന്നുകൂടെ റീസെറ്റ് ചെയ്തു. ഈ ഇമേജിൽ സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് കുറച്ച് കൂട്ടി വൈറ്റ് കളർ സെലക്ട് ചെയ്യണം. അപ്പോൾ ഒരു ഔട്ട്ലൈൻ പോലെ ആ ഇമേജിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ കാണാൻ പറ്റും, എഡ്ജിൽ കൂടി. അതിനുശേഷം താഴെ ആരോ മാർക്കിൻ്റെ ഓപ്ഷനുണ്ട് താഴെ. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ആരോ സെലക്ട് ചെയ്ത് നമുക്കവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ആരോ എഡിറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട് ആരോ മാർക്കിന് താഴെ. അപ്പം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ആരോയുടെ കളർ ചേഞ്ച് ചെയ്യാം. യെല്ലോ തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഈ ആരോ മാർക്ക് കൂടെ കൊടുത്തതിന് ശേഷം ഒരു എളുപ്പത്തിലൊരു ചിക്കൻ ചില്ലി, അതിനുശേഷം ഒരു ടെക്സ്റ്റ് കൂടി നമുക്ക് ആഡ് ചെയ്യാൻ താഴെ. ഡിലീഷ്യസ് ഞാനിവിടെ എഴുതി ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ഇമോജി കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് താഴെ കോർണറിൽ ഇത് പ്ലേസ് ചെയ്യാം. ഇവിടെ ഞാൻ ഫോണ്ട് ചേഞ്ച് ചെയ്തു. ഇതിൻ്റെ കളർ വൈറ്റ് ആക്കിയിട്ട് നമുക്ക് സ്ട്രോക്ക് കൊടുത്ത് ബ്ലാക്ക് സ്ട്രോക്ക് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ അട്രാക്റ്റീവായി. അപ്പോൾ അതിനുശേഷം മുകളിൽ ഇത് സേവ് ചെയ്യാവുന്നതാണ്. ഈ തംബ്നെയിൽ നമുക്ക് സേവ് ചെയ്തെടുക്കാം. മുകളിൽ സേവ് ആസ് എ പ്രൊജക്റ്റ് ആദ്യം ചെയ്യണം. കാരണം പ്രൊജക്റ്റായിട്ട് സേവ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും അത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ പോയി പിക്സൽ ലാബിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഞാൻ കുറേ സേവ് ചെയ്തിട്ടുണ്ട്.
അപ്പം പ്രൊജക്റ്റ് ആകുമ്പോൾ നമുക്ക് പോയി അത് എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്കിത് നല്ലൊരു തംബ്നെയിലാണ് ഉണ്ടാക്കിയതെന്ന് ബോധ്യം വരുമ്പോൾ നമുക്കത് സേവ് ആസ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് PNG ഫോർമാറ്റിൽ അത് സേവ് ചെയ്യണം. ക്വാളിറ്റി ഒട്ടും കുറയാതെ തന്നെ നമുക്ക് യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു കുക്കിംഗ് ചാനലിൽ ചിക്കൻ ചില്ലിയാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരണമാണ് പറയുന്നതെങ്കിൽ നമുക്ക് വീഡിയോയിൽ ഗാലറി പോയിട്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പിക്സൽ ലാബ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അട്രാക്റ്റീവായിട്ടുള്ള നല്ല തംബ്നെയിൽ ഉണ്ടാക്കുക. വളരെ ഈസിയാണ്. ഇതുപോലെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.